Hello guys, once again welcome back to Echipund മക്കളെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും Echipund പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒന്നുകിൽ 8 അല്ലെങ്കിൽ 5 എന്ന് തമ്പ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം ഞാനിവിടെ കൊണ്ടുവന്നേരാം. വേറെ ഒന്നുമല്ല, ഇത്തവണ നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ 6ാമത്തെ ചാപ്റ്റർ അല്ല 5ാമത്തെ ചാപ്റ്റർ, ഓക്കെ, മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന് എല്ലാ തവണയും ചോദിക്കുന്ന 2 ഭാഗങ്ങളാണ് പ്രൈസിങ്ങും പ്രൈസ് ഫ്ലോറും എന്ന് പറഞ്ഞു. അപ്പൊ അത് നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കോട്ടോ. ചോദ്യം ഇതാണ്, പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഡിമാൻഡ്. എന്താ പറയുക, ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കറ്റ് ആണ് അവിടെ പ്രൈസ് തീരുമാനിച്ചത്. അപ്പൊ മാർക്കറ്റ് തീരുമാനിച്ച പ്രൈസ് ആണ്. അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട് അല്ലെ. ഷുഗർ, പഞ്ചസാരയുടെ വിലയാണ് പറഞ്ഞത് 36 രൂപയാണ് മാർക്കറ്റിൽ ഇപ്പൊ നിലവിലുള്ള വില. അപ്പൊ ഗവൺമെന്റ് ഫൈൻഡ് ഇറ്റ് വെരി ഹൈ. ഓക്കെ, ഗവൺമെന്റ് കണ്ടെത്തിയത് ഇത് വളരെയധികം കൂടുതലാണെന്ന് കണ്ടെത്തി. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇത് കുറക്കും അല്ലെ. ലോവേർഡ് ദ പ്രൈസ്, എന്ത് ചെയ്തു, പഞ്ചസാരയുടെ വില കുറച്ചു. അപ്പൊ എന്ത് ചെയ്തത്, ഗവൺമെന്റ് പ്രൈസ് കുറക്കാണ്ട് ചെയ്തത്. ഗവൺമെന്റിയുടെ പ്രൈസ് കുറക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് പ്രൈസ് 22 രൂപയായിട്ട് കുറക്കാണ് ചെയ്തത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജി എന്തായിരിക്കും ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചേക്കാം, പ്രൈസ് കുറയുകയാണെങ്കിൽ അതെന്തായിരിക്കും, പ്രൈസ് സീലിംഗ് ആയിരിക്കും. പ്രൈസ് കൂട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും, പ്രൈസ് ഫ്ലോർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. പ്രൈസ് സീലിംഗ് ആണെങ്കിൽ വില കുറക്കും, പ്രൈസ് ഫ്ലോർ ആണെങ്കിൽ വില കൂട്ടുന്നത് മാത്രം പഠിച്ചേക്കാം. ഇവിടെ വില കുറച്ചുകൊണ്ട് എന്തായാലും ഈ പ്രോഗ്രാമിന് പേര് എന്തായിരിക്കും, പ്രൈസ് സീലിംഗ് എന്നായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, രണ്ടാമത്തെ അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം, ഇല്ലസ്ട്രേറ്റ് ഇത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്, അതായത് ഗ്രാഫിന്റെ സഹായത്തോടെ ഇത് ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷുവർ ആയിട്ട് ഒരു കാര്യം പഠിക്കുക. ഇത് പഠിച്ച ഏറ്റവും നല്ല കോഡ് ഞാൻ പറഞ്ഞു നോക്കോട്ടോ. അതായത് മക്കളെ, ഈ കൺസ്യൂമറുടെ കേസും അതേപോലെ തന്നെ പ്രൊഡ്യൂസറുടെ കേസും എക്കണോമിക്സിൽ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ട 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന് കൺസ്യൂമറുടെ കേസിലും പഠിക്കണം, മറ്റൊന്ന് പ്രൊഡ്യൂസറുടെ കേസിലും പഠിക്കണം. ഈ പ്രൊഡ്യൂസറെ തന്നെ നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, ഫേംസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, കൺസ്യൂമറെ തന്നെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ഹൗസ് ഹോൾഡ് എന്നും വിളിക്കാറുണ്ട് അല്ലെ, വ്യക്തികൾ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്തുക. ഇനി നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന കൺസ്യൂമേഴ്സിന് വേണ്ടി എപ്പോഴും ഈ പറഞ്ഞ ഗവൺമെന്റ് ഇടപെടുകയാണെങ്കിൽ അവിടെ ചെയ്യുന്ന കാര്യം എന്താണ്, പ്രൈസ് കുറക്കാണ് ചെയ്യുക. പ്രൈസ് എന്ത് ചെയ്യും, കുറക്കും. ഓക്കെ, പ്രൈസ് ഡിക്രീസ് അഥവാ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഇടപെട്ടിട്ട് പ്രൈസ് ഇവിടെ കുറക്കാണ് ചെയ്യാം. എന്നാൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് പ്രൈസ് എപ്പോഴും എന്ത് ചെയ്യുക, പ്രൈസ് ഗവൺമെന്റ് ഇൻക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, ഇൻക്രീസ് ആണ് ഗവൺമെന്റ് ചെയ്യുക. ഓക്കെ, ഈ സ്ട്രാറ്റജി അറിയപ്പെടുന്ന പേരെന്തായിരിക്കും, പ്രൈസ് കുറക്കുന്ന സ്ട്രാറ്റജി അറിയപ്പെടുന്ന പേരാണ് പ്രൈസ് സീലിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്, പ്രൈസ് സീലിംഗ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ പ്രൈസ് കൂട്ടുന്ന സ്ട്രാറ്റജി അറിയപ്പെടുന്ന പേരെന്തായിരിക്കും, അത് പ്രൈസ് ഫ്ലോർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്, പ്രൈസ് ഫ്ലോർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞത് നോക്കിക്കോട്ടോ. പ്രൈസ് സീലിംഗിനോട് സി വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്, പ്രൈസ് ഫ്ലോർ നമ്മൾ എഫ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ കൺസ്യൂമേഴ്സിൽ ഒരു സി കിടക്കുന്നുണ്ട്, സീലിംഗിൽ ഒരു സി കിടക്കുന്നുണ്ട്. ഇനി മാറിപ്പോയിട്ട് കൺസ്യൂമേഴ്സിൽ അതേ സി ആണ് ഇവിടെ വരിക, ഈ പറഞ്ഞ പ്രൈസ് സീലിംഗിൽ വരിക. അപ്പോൾ സീലിംഗ് ആർക്ക് വേണ്ടി, കൺസ്യൂമേഴ്സിന് വേണ്ടി. ഇനി ഫേംസിന് വേണ്ടി നടത്തുന്നതാണ് പ്രൈസ് ഫ്ലോർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി നടത്തുന്നതാണ്. അപ്പൊ ആ വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക. ഇനി മാറിപ്പോയിട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സീലിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൈസ് സീലിംഗ് ആണ് വരുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഭവമാണ് എക്സസ് ഡിമാൻഡ്. എന്താണ് ഉണ്ടാവുക, എക്സസ് ഡിമാൻഡ്. അതെങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം, നോക്കോളൂ. അടുത്തത് കൺസ്യൂമേഴ്സിന്റെ കേസ് കഴിഞ്ഞു, അടുത്ത പ്രൊഡ്യൂസറുടെ കേസ് ആണെങ്കിൽ അവിടെ വരുന്നത് എക്സസ് സപ്ലൈ ആയിരിക്കും. എക്സസ് സപ്ലൈ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഗതി ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈസ് സീലിംഗിനെ കുറിച്ചാണ് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പ്രൈസ് സീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രൈസ് സീലിംഗ്, ഈ സ്പെല്ലിംഗ് ക്യാപിറ്റൽ എഴുതാൻ കാരണം ഇനി ആർക്ക് സ്പെല്ലിംഗ് മിസ് ആവണ്ടെന്ന് എഴുതിയാണ്. അപ്പൊ പ്രൈസ് സീലിംഗ് എന്താ സംഗതി പഠിച്ചോളൂ. ഇത് വരക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് എക്സ് ആക്സും വൈ ആക്സും വരച്ചു വെക്കാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സ് ആക്സും വൈ ആക്സും ആദ്യം വരച്ചു വെക്കാണ് ചെയ്യുന്നത്. എക്സും വൈയും വരച്ചു വെച്ചു. ഓക്കെ, നെക്സ്റ്റ് അതിന് പേര് കൊടുക്കാം, എക്സ് ആക്സ് കൊടുത്തു, വൈ ആക്സിസ്. വൈ ആക്സിൽ നമ്മൾ എന്താ കാണിക്കാം, ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈ ആണ് നമ്മളിവിടെ കാണിക്കാം. ആൻഡ് എക്സ് ആക്സിൽ എന്താണ് കാണിക്കുക, ക്വാണ്ടിറ്റി ആണ് നമ്മൾ കാണിക്കുക. ഇനി നമുക്ക് നോക്കാം, ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവും സപ്ലൈ കർവും. ഞാൻ ആദ്യം സപ്ലൈ കർവാണ് വരച്ചത്. അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവാണ് നമുക്കറിയാം. ആൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഏതായിരിക്കും, ഡിമാൻഡ് കർവാണെന്ന് നമുക്കറിയാം അല്ലെ. ഞാനത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചു. ഇനി പേര് കൊടുക്കട്ടെ, സപ്ലൈ കർവ് എസ് എസ് എന്ന് കൊടുക്കുന്നു, ഡിമാൻഡ് കർവ് ഡി ഡി എന്ന് പേര് കൊടുക്കുന്നു. ഇനി ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് എടുക്കുന്നു. എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ്? അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് ഞാൻ എടുത്ത ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. അതിന് ഞാൻ ഇ എന്ന് പേര് കൊടുത്തു. ആൻഡ് ആ സമയത്തെ ക്വാണ്ടിറ്റി ഞാൻ ക്യൂ സ്റ്റാർ എന്ന് കൊടുക്കുന്നു. ആ സമയത്തെ പ്രൈസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പി സ്റ്റാർ എന്ന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു, പി സ്റ്റാർ. ഓക്കെ, പി സ്റ്റാർ എന്നും കൊടുക്കുന്നു. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ,
പി സ്റ്റാർ എന്ന് കൊടുത്തു. ഇനി നോക്കുക, ഇത് മാർക്കറ്റിൽ ഉയർന്ന പ്രൈസ് ആണ് നമുക്കറിയാം. പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാർക്കറ്റിലുള്ള വിലയാണ്, അഥവാ മാർക്കറ്റ് പ്രൈസ് ആണ്. അത് എത്രയായിരുന്നു? മാർക്കറ്റ് പ്രൈസ് നമുക്കിവിടെ വാല്യൂ തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയാണ്? 36 രൂപയാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതിനി നമ്മൾ കുറക്കണം. കാരണം എത്രയാണ്? ഗവൺമെന്റ് അവിടെ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഇടപെട്ടു, അഥവാ ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്തു. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് റെഡ്യൂസ് ചെയ്യുന്നു, കുറക്കുന്നു. പ്രൈസ് കുറച്ച് ഗവൺമെന്റ് എന്താക്കി മാറ്റി? പ്രൈസ് കുറച്ചു നേരെ പുതിയൊരു വാല്യൂലേക്ക് എത്തിച്ചു. അതാണ് നമ്മൾ പറഞ്ഞ പ്രൈസ് സീലിംഗ്. പ്രൈസ് സീലിംഗ് കൊണ്ടുവന്നത് എത്രയാണ് കൊണ്ടുവന്നത്? 22 രൂപ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. നമ്മൾ അത് നേരെ ചെയ്യണം. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ടു, പ്രൈസ് കുറച്ചു, നമ്മൾ പുതിയൊരു ഡോട്ട് മാർക്ക് ചെയ്യുന്നു. യെസ്, ഇതാണ് നമ്മുടെ പ്രൈസ് സീലിംഗിൽ കൊണ്ടുവന്ന പ്രൈസ്, അഥവാ ഗവൺമെന്റ് ഇടപെട്ട് പ്രൈസ് കുറച്ചു. ഞാൻ അതിന് PC എന്ന് പേര് കൊടുത്തു. ഇനി അത് നമ്മുടെ സപ്ലൈ കർവിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് നേരെ എക്സ് ആക്സിലേക്ക് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഡിമാൻഡിൽ നിന്നും നീട്ടി എക്സ് ആക്സിലേക്ക് വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഈ ഡിമാൻഡ് കൂടുകയും എന്നാൽ സപ്ലൈ കുറയുകയുമാണ് ചെയ്തത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ സംഭവിച്ചത്. ഒന്ന്, ഡിമാൻഡ് എന്ത് ചെയ്തു? ഡിമാൻഡ് അവിടെ കൂടി. ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടുകയാണ് ചെയ്തത്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന സപ്ലൈ എന്താണ് ചെയ്തത്? കുറയുകയാണ് ചെയ്തത് അല്ലെ. സപ്ലൈ എന്ത് ചെയ്തു? കുറയുകയാണ് ചെയ്തത്. ഈ സിറ്റുവേഷനിലാണ് എന്തുണ്ടാവുക? എക്സസ് ഡിമാൻഡ് ഉണ്ടാവുക. അപ്പൊ എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം. എന്തധികം? ഡിമാൻഡ് അധികം. ഓക്കെ, അപ്പൊ എക്സസ് ഡിമാൻഡ് ഈ സിറ്റുവേഷനിലാണ് ഉണ്ടാവാൻ നോക്കിയത്. ഓക്കെ, അപ്പൊ എക്സസ് ഡിമാൻഡ് ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. എക്സസ് ഡിമാൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ സെന്റൻസിൽ വേണം ഈ പറഞ്ഞ പോയിന്റുകൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? സെന്റൻസുകളാക്കിയിട്ട് വേണം എഴുതി വെക്കാൻ. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ അവിടെ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് സീലിംഗ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് നോക്കാനുള്ളതാണ് പ്രൈസ് ഫ്ലോർ. സെയിം പോലെ തന്നെ ചെറിയൊരു മാറ്റം നോക്കിയോളൂ. ഈ പ്രൈസ് ഫ്ലോർ നമ്മൾ പറഞ്ഞു ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫേംസിന് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് ഈ ചോദ്യം വരുന്നുണ്ട് എപ്പോഴും അഗ്രികൾച്ചർ ഫാമേഴ്സ് അല്ലെങ്കിൽ കൃഷിക്കാരെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവാം. അപ്പോൾ പ്രൈസ് ഫ്ലോർ നടപ്പിലാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ എക്സ് ആക്സും വൈ ആക്സും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം വരക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം എക്സ് ആക്സും വൈ ആക്സും വെച്ച് വരക്കുകയാണ്. നമ്മുടെ ഡിമാൻഡ് കർവിനൊപ്പം തന്നെ സപ്ലൈ കർവ് ഞാൻ ഇവിടെ വരക്കുന്നത്. ആദ്യം ഞാൻ സപ്ലൈ കർവ് വരച്ചു. ഇനി ഞാൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഡിമാൻഡ് കർവ് വരച്ചു. നോക്കിയോളൂ, പേര് കൊടുക്കാം. ഡിമാൻഡ് കർവിന് DD എന്ന് പേര് കൊടുക്കുന്നു, സപ്ലൈ കർവിന് SS എന്ന് പേര് കൊടുക്കുന്നു. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ആ പോയിന്റിനെ പ്രത്യേകം നമുക്കറിയാം. ആ പോയിന്റിൽ എന്താണ്? ആ സമയത്തെ പ്രൈസ് P സ്റ്റാർ ആണ്. അത് വളരെ കുറവായിരിക്കും. എന്തായിരിക്കും? കുറവായിരിക്കും. ആ ക്വാണ്ടിറ്റി Q സ്റ്റാർ ആണ് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യും? നോക്കാം നമുക്കിവിടെ. P സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് ഉള്ളത് അതാണ് ഈ പറഞ്ഞിരിക്കുന്ന P സ്റ്റാർ. അതെന്താണ്? വളരെ കുറവായിരിക്കും. ഓക്കെ, ലോവർ ആയിരിക്കും. ഓക്കെ, വളരെ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് മാർക്കറ്റിൽ വന്നിട്ട് ഇടപെടും. ഗവൺമെന്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഇടപെടും, അഥവാ ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രൈസ് വിൽ ഇൻക്രീസ്. ഗവൺമെന്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ഇവിടെ ഗവൺമെന്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യമാണ് എന്ത്? പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. തറവില. ഓക്കെ, പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ തറവില എന്ന് നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, തറവില. ഓക്കെ, തറവിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ. പ്രൈസ് ഫ്ലോർ കൊണ്ടുവരും. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഗവൺമെന്റ് അവിടെ പ്രൈസ് അവിടെ കൂട്ടുകയാണ് ചെയ്തത് അല്ലെ. പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് കൂട്ടിക്കഴിഞ്ഞു. എന്താ സംഭവിച്ചേ? നമ്മുടെ ഡിമാൻഡ് ലൈൻ നേരെ പോയിന്റ് വരക്കുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറയുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. കാരണം അത്രത്തോളം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. എന്നാൽ സപ്ലൈ നോക്കിയേ, പ്രൈസ് കൂടി കഴിഞ്ഞപ്പോൾ സപ്ലൈ കൂടുകയാണ് ചെയ്തത് അല്ലെ. സപ്ലൈ കൂടി. എത്ര കൂടിയത്? ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറഞ്ഞിട്ട് സപ്ലൈ കൂടുകയാണ് ചെയ്തത്. ആ മാറ്റം നമുക്ക് ഇവിടെ എഴുതിക്കാൻ പറ്റും. ഡിമാൻഡ് എന്ത് ചെയ്തു? ഡിമാൻഡ് ഇവിടെ കുറഞ്ഞു. ഡിമാൻഡ് ഡിക്രീസ്ഡ് ആയിരുന്നു. എന്നാൽ സപ്ലൈ നോക്കിയേ, സപ്ലൈ എന്ത് ചെയ്തു? കൂടുകയാണ് ചെയ്തത്. സപ്ലൈ കൂടുകയാണ് ചെയ്തത്. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? കാര്യം വേറെ ഒന്നുമല്ല, ഒരേ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്. ഇവിടെ സപ്ലൈ കൂടുതലായി. അപ്പൊ എന്ത് പറയാം? എക്സസ് സപ്ലൈ. സപ്ലൈ കൂടുതലാകുമ്പോൾ എന്ത് പറയുന്നു? എക്സസ് സപ്ലൈ എന്ന് പറയുന്നു. അപ്പൊ എക്സസ് സപ്ലൈ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പ്രൈസ് ഫ്ലോർ ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? സെന്റൻസുകൾ ആക്കിയിട്ട് വേണം എഴുതി വെക്കാൻ. ഗ്രാഫ് മസ്റ്റ് ആയിട്ട് വരക്കണം, മറക്കരുത്. മറക്കാതെ തന്നെ ഗ്രാഫ് എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് വരച്ചേക്കണം. ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പ്രൈസ് ഫ്ലോറും പറഞ്ഞു, പ്രൈസ് സീലിംഗ് പറഞ്ഞു, വൃത്തിയായിട്ട് പഠിച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചേക്കും എന്നുള്ള വിശ്വാസത്തിലാണ് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും പുതിയൊരു ചോദ്യങ്ങളായിട്ട് കാണുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ അസൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. പിന്നെ ഒരു കാര്യം കൂടി. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ നിൽക്കാറുണ്ട്. അപ്പൊ മറക്കണ്ട, നമ്മുടെ എപ്പോഴും പറഞ്ഞ പോലെ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക്, നമ്മൾ എപ്പോഴും പറയുന്നത് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഷുവർ ക്വസ്റ്റ്യൻ ലൈവുകൾ ഉണ്ടായിരുന്നു കേട്ടോ.
ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവും. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ നാളെ എക്സാം അതിന്റെ തൊട്ട് തലേന്ന് ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും 7 മണിക്ക്. ആൻഡ് രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അതിന്റെ റോക്കറ്റ് റിവിഷനും നമ്മളപ്പോൾ നടത്തുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എന്റെ മക്കൾ ഈ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരിക്കും എന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ ഒന്നുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.